നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോണത് ജാതകത്തിൽ ഷഷ്ട അഷ്ടമ ദോഷം പൊരുത്ത വിഷയമായിട്ട് തന്നെ വന്നിരിക്കുന്നത്. എന്താണ് ഷഷ്ടാഷ്ടമ ദോഷം? ഷഷ്ടമഷ്ടമ ദോഷം എന്താണ്? ഷഷ്ടാഷ്ടമം എല്ലാവരും നോക്കുന്ന ഷഷ്ടാഷ്ടമ ദോഷം, അതായത് എല്ലാവരും ചന്ദ്രനെ കൊണ്ടാണ് ഷഷ്ടാഷ്ടമം ചിന്തിക്കുന്നത്. ഈ ഷഷ്ടാഷ്ടമം എന്ന് വെച്ചാൽ സ്ത്രീയുടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് അതിൻ്റെ 6-8 രാശികളിൽ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഷഷ്ട അഷ്ടമ ദോഷം എന്നാണ് പറയുന്നത്. ശരിക്കും അത് ചന്ദ്രനല്ല നമ്മുടെ കേന്ദ്ര ബിന്ദു എന്നുള്ളത്. അതാരും മനസ്സിലാകുന്നില്ല. നമ്മുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ലഗ്നമാണ്. ആ ലഗ്നം കൊണ്ടാണ് എല്ലാ ഭാവങ്ങളും ഭാവചിന്തകളും എല്ലാം ചിന്തിക്കുന്നതാണ്. പിന്നെ ഈ ചന്ദ്രൻ 2.25 ദിവസം സഞ്ചരിക്കുന്ന ചന്ദ്രനെ കൊണ്ടാണ് എല്ലാവരും ഷഷ്ടാഷ്ടമം ചിന്തിക്കുന്നത്. അത് അതിനെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഏതൊരാളിൻ്റെ ലഗ്നം ഏത് രാശിയിലായിക്കോട്ടെ, ഉദാഹരണം കുംഭൻ രാശിയിൽ ലഗ്നം വരുന്നു എങ്കിൽ മറ്റേയാളിൻ്റെ 6-ലോ 8-ലോ, അതായത് കർക്കിടകത്തിലോ കന്നിയിലോ മറ്റേയാൾക്ക് ലഗ്നം വന്നാൽ ഒരു 6-8 ബന്ധം വരുന്നവരുണ്ട്. എല്ലാവരും നോക്കുന്നത് ചന്ദ്രാലാണ് നോക്കുന്നത്. പക്ഷെ അത് ശരിയല്ല. അതൊരു അതിൻ്റെ ശരിക്കും എന്താ പറയുക, ചന്ദ്രാലല്ല ഒരു കാരണം നിരൂപണം ചെയ്തത്. ഷഷ്ടാഷ്ടമ ബന്ധം ലഗ്നാത് തന്നെയാണ് നോക്കുന്നത്. അതും ഈ വിവാഹ സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഷഷ്ടാഷ്ടം ബന്ധം വന്നു കഴിഞ്ഞാൽ 6-8 ബന്ധത്തിൽ 6-8 ഈ രാശികളിൽ പുരുഷഗ്രഹങ്ങളിലോ സ്ത്രീജാതത്തിലോ ബന്ധം വന്നു കഴിഞ്ഞാൽ ഒരു ചേർച്ചക്കുറവ് വരാം, അല്ലെങ്കിൽ ഒരു ചേർച്ചില്ലായ്മ തയാണ് വരും. 2 പേർക്കും ഈ ഒരാളുടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ദോഷം, 2 പേർക്ക് ഈ ഷഷ്ടാഷ്ടമ ദോഷം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ജാതകം കാണുമ്പോൾ തന്നെ നമ്മൾ ആ ജാതകം ഒരു കാരണവശാലും കൂട്ടി, എത്ര നല്ല ഒരു കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളത് കൂട്ടി യോജിപ്പിക്കരുത് എന്നുള്ളതാണ്. കാരണം വെച്ചാൽ 2 പേർക്ക് ഒരു ചേർച്ചില്ലമായി വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ? ജീവിതത്തിലേക്ക് അത് ബാധിക്കുന്ന ഒരു കാര്യമല്ലേ? ഒരു ചേർച്ചില്ലായ്മ പറഞ്ഞത്. പിന്നെ മറ്റ് പല സംഗതികൾ വെച്ച്, അതായത് 7-ാം ഭാവം കൊണ്ട് മറ്റേ ഗ്രഹങ്ങളുടെ നിൽപ്പ്, ദൃഷ്ടി, ഭാവം, ഇതെല്ലാം 7-ാം ഭാവവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റേ കാര്യങ്ങൾ നല്ല എന്താ പറയുക, കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ യോജിപ്പിച്ച് പോകാം. പക്ഷേ ഒരു ചേർച്ചക്കുറവ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്, ഒരു കാര്യമാണ്. അതായത് ഈ ഷഷ്ടാഷ്ടമ ചന്ദ്രനെ കൊണ്ടല്ല. എല്ലാവരും ഈ ചന്ദ്രൻ മാത്രമാണ് അടിസ്ഥാനപരമായിട്ട് എല്ലാം ഗോചാരം ചിന്തിക്കുന്നതും എല്ലാം. ചന്ദ്രൻ ഒരു 2.25 ദിവസമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. ചന്ദ്രൻ സഞ്ചരിച്ചു കൊണ്ട് 27 ദിവസം കൊണ്ട് ഒരു ചുറ്റു പൂർണ്ണമാക്കും. അത് വെറും 2.25 ദിവസമാണ് ഒരു രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നത്. അതായത് 2 മണിക്കൂർ വെച്ച് ഉദയം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ 2 മണിക്കൂർ ഉദയം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രഹങ്ങളുടെ മറ്റ് 12 രാശിയിൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന ഓരോ ഭാവാധിപത്യങ്ങൾ ഗ്രഹങ്ങൾ, അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഇന്ന് രാവിലെ ഒരു ഉദയം നടക്കുക എന്ന് വിചാരിച്ചോളൂ. രാവിലെ ഒരു 6 മണിക്ക് 7 മണിക്ക് ഇന്ന് ഈ നിമിഷം ഈ വീഡിയോ എടുക്കുന്ന നിമിഷം രാവിലെ 6 മണി 6:30 ഉദയമാണെങ്കിൽ ഇടവം ലഗ്നത്തിൽ, ഞാൻ ഉദാഹരണമാണ് പറയണത്, ഇടവം ലഗ്നത്തിൽ രവി നിൽക്കുകയെ രാവിലെ ഒരു 6 മണിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ, അപ്പം ആ സമയത്ത് രവി നിൽക്കുന്നത് ഇടവൻ രാശി തന്നെയാണ്. ഉദയം നടക്കുന്നത്, ആ കുഞ്ഞ് ജനിച്ച സമയം ലഗ്നം വന്നിരിക്കുന്നത് ആ ഇടവൻ രാശിയിലായിരിക്കും. ഏകദേശം ഈ ഇടവം പകുതിയോട് കൂടിയിട്ടൊക്കെയാണെങ്കിൽ ചിലപ്പം ഉദയം 2 മണിക്കൂർ ഉണ്ടാവത്തില്ല. ഏകദേശം ഒരു മണിക്കൂറത്തോളം ഉണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞ് നേരെ മിഥുന രാശിയിലേക്ക് പോകും. അപ്പം മിഥുന രാശിയിലേക്ക് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു 7:30-8 മണിയാകുമ്പോഴേക്കും മിഥുന രാശിയിലേക്ക് ലഗ്നം മാറും. അപ്പോൾ ആ മാറുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ലഗ്നം വന്നത് മിഥുന രാശിയിലേക്ക് വരും. അപ്പം ഇടവൻ രാശി 12-ാം ഭാവാധിപനായി വരും. ഇടവൻ രാശിൻ്റെ രാശാധിപൻ 12-ാം ഭാവാധിപനായിട്ടും വരും. അങ്ങനെ പല വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഉദയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നോ ആ രാശിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഏത് നക്ഷത്രം നിൽക്കുന്നു ആ ദിവസത്തിൻ്റെ അല്ല കുഞ്ഞിൻ്റെ ജനിച്ച നക്ഷത്രമാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ഒരു കാര്യം നടക്കണം. നമ്മൾ നിൽക്കുന്ന സ്ഥലമാണല്ലോ കേന്ദ്ര ബിന്ദു, അതായത് ഭൂമി. ആ ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് നിൽക്കുന്നതാണ് ലഗ്നം. ആ ലഗ്നമാണ് നമ്മളുടെ കേന്ദ്ര ബിന്ദു. അതാരും നോക്കുന്നില്ല. എന്നിട്ട് വിവാഹ ഭാവങ്ങളിൽ ഷഷ്ടമഷ്ടമ ദോഷം കൊണ്ടാണ് ആരും 7-ാം ഭാവം കൊണ്ട് ഒന്നും ചിന്തിക്കുന്നില്ല. 7-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് എന്താ പറയണത്? ഷഷ്ടാഷ്ടമ ദോഷം കൊണ്ടാണ് വിവാഹബന്ധം വേർപെടുന്നത്. അതൊരു ദോഷമാണ്. അതുകൊണ്ടാണ് നിൽക്കുന്നത്. ഇവിടെ ആരും 7-ാം ഭാവം എന്ന ഭാവേ ചിന്തിക്കുന്നില്ല. വെറുതെ എന്തെങ്കിലും പറയുക, എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് അത് ആൾക്കാർ അതിലേക്ക് അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തൊരവസ്ഥയിലേക്ക് വരിക. എന്നാൽ കൃത്യമായി വിചിന്തനം ചെയ്യുക. ഈ ജാതക ചിന്ത നടത്തുക എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക്കുള്ള പണിയാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ നോക്കണം, ഒരുപാട്
എന്താ പറയണ, ലഗ്നം നോക്കണം, ലഗ്നാധിപനം നോക്കണം, രണ്ടാം ഭാവം നോക്കണം. രണ്ടാം ഭാവം വിദ്യ, വാക്ക്, ധനം എന്ന് സൂചിപ്പിക്കും. അഞ്ചാം ഭാവം സന്താനം, ബുദ്ധി, അത് സൂചിപ്പിക്കുന്നുണ്ട്. ഏഴാം ഭാവമാണ് മതഭാവം, അത് അടിസ്ഥാനം നോക്കണം. പത്താം ഭാവം നോക്കണം, കർമ്മഭാവം, അതിൻ്റെ ലാഭം നോക്കണം. ലാഭം കിട്ടുന്നത് 11ാം ഭാവം കൊണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ അതിൽ നിൽക്കുന്ന രാശി, 12 രാശിയിൽ 12 ലഗ്നഭാവങ്ങൾ നിൽക്കണം. ഓരോ ഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയും ഭാവങ്ങളും നിൽപ്പും എല്ലാം നോക്കിയിട്ടാണ് ചിന്തിക്കുന്നത്. അല്ലാണ്ട് ചന്ദ്രൻ അല്ല നമ്മുടെ ജീവിതത്തിൽ, ഒരു നക്ഷത്രമോ ഒരു ചന്ദ്രനോ അല്ല നമ്മുടെ ജീവിതത്തിൽ നയിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം എല്ലാവരും ചിന്തിക്കുന്നത് ഷഷ്ടാഷ്ടമ ദോഷം ലഗ്നം കൊണ്ട് മാത്രം ചിന്തിക്കുക. ലഗ്നമാണ് നമ്മുടെ കേന്ദ്രബിന്ദു, നമ്മൾ ചന്ദ്രനല്ല കേന്ദ്രബിന്ദു. ഈ ജ്യോതിഷം, അതായത് വരാഹി മിഹിരാചാര്യന് മുന്നേ തന്നെ ഈ ജ്യോതിഷം ഇല്ലാത്ത ചന്ദ്രനെ കൊണ്ടായിരുന്നു ഈ മറ്റേ എല്ലാം പ്രവചനങ്ങളും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലഗ്നം എന്ന കൺസൾട്ടിങ് പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ലഗ്നത്തിൽ ഒരുപാട് ശരികൾ കണ്ടെത്തി, അത് നടക്കുന്നുമുണ്ട്. അതിനുശേഷമാണ് ലഗ്നം എന്നുള്ള കൺസൾട്ടിങ് ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ലഗ്നമാണ് നമ്മുടെ കേന്ദ്ര ബിന്ദു. അതിലായിരിക്കണം നമ്മളുടെ എന്ത് കാര്യം ചിന്തിക്കുക. ഷഷ്ടാഷ്ടം മാറിയിട്ട് ബന്ധമുണ്ടോ, ജാതകത്തിലുണ്ടോ. ചന്ദ്രനെ മാറ്റും നിങ്ങൾ. ചന്ദ്രന് വെറും എന്താ പറയുക, ഒരു ഗ്രഹം, അല്ലെങ്കിൽ നമ്മൾ പറയും ജ്യോതിഷത്തിലെ ഗ്രഹം എന്ന് പറ്റിയ ഗ്രഹങ്ങളുടെ കൂടെ, അതായത് സൂര്യൻ ഒരു നക്ഷത്രവും ചന്ദ്രൻ ഒരു ഉപഗ്രഹവുമാണ്. ജ്യോതിഷ സംബന്ധമായിട്ട് രാശിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് ഗ്രഹങ്ങളാക്കിയെടുത്ത് നമ്മൾ പഞ്ചതാര ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങളാക്കിയെടുത്ത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി. അപ്പം ഷഷ്ടാഷ്ടമ ദോഷം ചിന്തിക്കുന്നത് ലഗ്നം കൊണ്ട് തന്നെയാണ്, ഒരു കാരണവശാലും ചന്ദ്രനെ കൊണ്ടല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.